ഇന്നിപ്പോൾ ഉമ്മൻചാണ്ടി മരിച്ചിട്ട് 2 വർഷമാകുന്നു. അതിൻ്റെ ചില ചടങ്ങുകളൊക്കെ ഇപ്പോൾ പുതുപ്പള്ളിയിലെ പള്ളിയിലൊക്കെ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ബുക്ക് റിലീസ്, പി ടി ചാക്കോയുടെ പുസ്തകം റിലീസാകുന്നത്. അതിൽ പറയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. അതായത് ഉമ്മൻചാണ്ടിക്ക് ചികിത്സ നിഷേധിച്ചോ ഇല്ലയോ എന്നതാണ് ചർച്ച. ആ പുസ്തകത്തിൻ്റെ വിശദാംശം ഒന്ന് പറയാമോ? തീർച്ചയായും. ഈ ഉമ്മൻചാണ്ടിയുടെ ചികിത്സ സംബന്ധിച്ചുള്ള പല അഭ്യൂഹങ്ങളും നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതായത് കീമോയോ റേഡിയേഷനോ ചെയ്താൽ ശബ്ദമില്ലാതാകുമെന്നും കോലം കെട്ടുപോകുമെന്നും മരണത്തിലേക്ക് തള്ളിവിടുമെന്നും വീട്ടുകാരിൽ ചിലർ ഭയന്നു എന്നൊക്കെയാണ് പറയുന്നത്. രോഗം നേരത്തെ കണ്ടെത്തിയതിനാൽ ഉചിതമായ ചികിത്സ ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹം കുറച്ചുനാൾ കൂടി ജീവിച്ചിരിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. ആ സോളാർ സംഭാഷണം പുറത്തുവിട്ടത് ഉമ്മൻചാണ്ടിയുടെ ഓഫീസിലെ പ്രമുഖനാണ്. അപ്പോൾ പി ടി ചാക്കോയുടെ പുസ്തകമാണ് ഇപ്പോൾ ചർച്ചകൾ നിറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനമാണ് ഇന്ന് ഉമ്മൻചാണ്ടിയുടെ. അതായത് രോഗം കണ്ടെത്തിയപ്പോൾ തന്നെ ചികിത്സിച്ചിരുന്നെങ്കിൽ കുറച്ചുനാൾ കൂടി അദ്ദേഹം ജീവിച്ചിരുന്നേനെ പ്രസ് സെക്രട്ടറി ആയിരുന്ന പി ടി ചാക്കോയുടെ തുറന്നെഴുത്ത് ചർച്ചകളിൽ നിറയുകയാണ്. ബുധനാഴ്ച പ്രകാശനം ചെയ്ത പി ടി ചാക്കോയുടെ ഉമ്മൻചാണ്ടിയുടെ ജീവചരിത്രം വിസ്മയതീരത്ത് എന്ന പുസ്തകത്തിലാണ് ഈ പരാമർശമുള്ളത്. ഇത് ഏറെ വിവാദമായി മാറാനുള്ള സാധ്യതയുണ്ട്. രോഗം നേരത്തെ കണ്ടെത്തിയതിനാൽ ഉചിതമായ ചികിത്സ ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹം കുറച്ചുനാൾ കൂടി ജീവിച്ചിരിക്കുമെന്ന് മെഡിക്കൽ വിദഗ്ധർ വിലയിരുത്തി. കീമോതെറാപ്പിയോ റേഡിയേഷനോ ചെയ്യാൽ ശബ്ദം ഇല്ലാതാകുമെന്നും കോലം കെട്ടുപോകുമെന്നും മരണത്തിലേക്ക് തള്ളിവിടുമെന്നും വീട്ടുകാരിൽ ചിലർ ഭയന്നു എന്നാണ് പുസ്തകം പറയുന്നത്. ദീർഘനാളത്തെ ചികിത്സ വേണ്ടി വന്നതിനാൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായി. നമുക്കറിയാം, ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സാമ്പത്തികമായി ഒന്നും ഉണ്ടാക്കിയ ഒരു വ്യക്തിയല്ല. അദ്ദേഹത്തിൻ്റെ വീടൊക്കെ നമുക്ക് കാണുമ്പോൾ അറിയാൻ കഴിയും. കാരണം അദ്ദേഹം കിട്ടുന്ന പൈസ മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കുകയായിരുന്നു. ഞാൻ കോട്ടയത്ത്, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് കോട്ടയത്ത് ഒരു സ്വകാര്യ ചാനലിൽ റിപ്പോർട്ടറായിരുന്നു. അപ്പോൾ അത് കോൺഗ്രസിൻ്റെ ചാനലായതുകൊണ്ട് തന്നെ എപ്പോഴും അദ്ദേഹത്തിൻ്റെ വീടുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. രാവിലെ ഒരു 4:30-5 മണി മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിരവധി ആളുകൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി കാത്തു നിൽക്കും. അദ്ദേഹം ഒരു ലുങ്കിയൊക്കെ ഉടുത്ത് 5 മണിക്ക് തന്നെ ഉണർന്ന് ഓരോരുത്തരുടെ പ്രശ്നങ്ങളും ഏറ്റെടുക്കും, അല്ലെങ്കിൽ അവരുടെ കത്തുകൾ വാങ്ങും, അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കും. ചിലതിന് ഉടനടി പരിഹാരം നൽകും, മറ്റു ചിലത് ഉടൻ തന്നെ റെഡിയാക്കി കൊടുക്കാൻ അദ്ദേഹം പറയും. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു നേതാവ്, ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം, ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹം. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഈ കാറിലൊക്കെ തിങ്ങി ഞെരുങ്ങിയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. നമുക്കറിയാം, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ 19 കാറിൻ്റെയും ആംബുലൻസിൻ്റെയൊക്കെ അകമ്പടിയോടെ, 19 വാഹനങ്ങളുടെയൊക്കെ അകമ്പടിയോടെ രാജകീയമായി സഞ്ചരിക്കുമ്പോഴാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിന് ഇരിക്കാൻ സ്ഥലം കാണില്ല. കാരണം കാറ് നിറയും. അദ്ദേഹം വളരെ അഡ്ജസ്റ്റ് ചെയ്തിരുന്ന് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം ഈ കോട്ടയത്തുള്ള ആർക്കെങ്കിലും തിരുവനന്തപുരത്തേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പോകണമെങ്കിൽ അവരാദ്യം തിരക്കുന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇന്നെങ്ങനെ പോകുന്നുണ്ടോ, ആ കാറിലും കയറി പോകാമല്ലോ എന്ന് പറഞ്ഞ് പോകുന്ന ഒരു, ഞാനത് തമാശയായിട്ടല്ല പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ എനിക്കത് അറിയാവുന്ന പലരും ഉണ്ട് അങ്ങനെ പോയിട്ടുള്ളവർ. അപ്പോൾ അതുകൊണ്ട് ആ കാറിൽ കയറി പോകുന്ന ആ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. പണ്ട് അദ്ദേഹത്തിൻ്റെ മറ്റ് സഹപ്രവർത്തകരൊക്കെ പറഞ്ഞതാണ്, ഒരു ദിവസം അദ്ദേഹത്തിന് ഇതുപോലെ കിടക്കാനായിട്ട് ഏതോ ഗസ്റ്റ് ഹൗസിൽ എന്തോ സൗകര്യം ഏർപ്പെടുത്തി. ആ മുറി മൊത്തം നിറഞ്ഞു. അദ്ദേഹം രാത്രി വന്നപ്പോൾ അവിടുത്തെ കട്ടിലെല്ലാം മറ്റുള്ളവർ കിടന്നുറങ്ങുകയാണ്. അദ്ദേഹം ആരെയും വിളിച്ചുണർത്താതെ അവിടെ തറയിലൊരു ബെഡ്ഷീറ്റ് വിരിച്ച് കിടന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ, അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ മുഖ്യമന്ത്രി അല്ലാത്ത കാലത്തൊക്കെ ട്രെയിനിൽ സഞ്ചരിക്കുന്നതൊന്നും AC-യിലൊന്നും അല്ല, സാധാ സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റിലൊക്കെയാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത്. അപ്പോൾ ഒരു നേതാവ് എങ്ങനെയായിരിക്കണം, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ജനസമ്പർക്ക പരിപാടി, എല്ലാവരും പറയും അത് വില്ലേജ് ഓഫീസർക്ക് ചെയ്യാം, പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്യാമെന്നൊക്കെ LDF കളിയാക്കുന്നെങ്കിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ ജനസമ്പർക്ക പരിപാടിക്ക് അദ്ദേഹം എത്തുമ്പോൾ 100 കണക്കിന് ആൾക്കാർ, 1000 ആൾക്കാർ അദ്ദേഹത്തെ കാണാൻ ഓടിയെത്തും. ഓരോ ജില്ലയിലും അദ്ദേഹം നടത്തി. അപ്പോൾ അവിടേക്ക് ഓടിയെത്തുമ്പോൾ ഓരോരുത്തരും, അതായത് സ്ട്രെച്ചറിലൊക്കെ ആളുകളെ കൊണ്ടുവരും. അപ്പോൾ ഓരോരുത്തരുടെയും പരാതി കേൾക്കുന്നു, അതിന് പെട്ടെന്ന് ഉടനടി പരിഹാരം. ഇപ്പോൾ പിണറായി സർക്കാർ പറയുന്നത് ഇതൊക്കെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനോ അല്ലെങ്കിൽ ഒരു വില്ലേജ് ഓഫീസർക്കോ ചെയ്തു കൊടുക്കാവുന്ന കാര്യങ്ങളാണെന്ന് പറയുന്നത്. പക്ഷേ ഒരു മുഖ്യമന്ത്രിയെ നമുക്ക് കാണാൻ എത്ര എളുപ്പമായിരുന്നുവെന്ന് ഈ ഉമ്മൻചാണ്ടിയിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അദ്ദേഹത്തെ കാണാൻ എളുപ്പമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാതിലുകൾ എപ്പോഴും തുറന്നു തന്നെ കിടന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെതിരെ വിവാദങ്ങളും തലപൊക്കിയത്. കാരണം കൃത്യമായ രീതിയിലുള്ള ചെക്കിങ്ങോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് പല സോളാർ പോലുള്ള സംഭവങ്ങൾ പോലും ഉണ്ടായത്. ഒരു പ്രാന്തൻ മുഖ്യമന്ത്രി കസേര കയറിയിരുന്ന ഒരു വിവാദം കൂടി ഉണ്ടായിരുന്നു. അതെ, കസേരയിൽ പോലും കയറിയിരുന്നു. പിന്നെ അദ്ദേഹത്തെ കല്ലെറിഞ്ഞു വീഴ്ത്തി. അദ്ദേഹം അവരോടൊന്നും ശോഭിച്ചില്ല. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അടുത്ത് ഒരു കരിങ്കൊടി പോലും കാണിക്കാൻ പറ്റില്ല, അവനെയൊക്കെ പിടിച്ചകത്തിടും. പക്ഷേ അദ്ദേഹം ആ കല്ലെറിഞ്ഞ വ്യക്തിയോട് പോലും ക്ഷമിച്ചു എന്നുള്ളതാണ്.
അപ്പോൾ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ചികിത്സ നിഷേധിച്ചു എന്നൊക്കെയുള്ള വാദങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു സമയത്താണ് അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ഞാനൊരിക്കൽ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവർ പറയുന്നത് ഒരിക്കലും അവർ അങ്ങനെ ഒരു ഇത് നടത്തിയിട്ടില്ല, അത് ചുമ്മാതെ പറയുന്നതാണ്. നമ്മൾ കൃത്യമായി ചികിത്സ നടത്തുന്നതിൻ്റെ രേഖകൾ സഹിതം അദ്ദേഹത്തിന് ചികിത്സിക്കുന്നതിൻ്റെ രേഖകൾ സഹിതമാണ് നമ്മളെ അന്ന് ആ കുടുംബം കാണിച്ചു തന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. MLA എന്ന നിലയിൽ 63 ലക്ഷം രൂപ അനുവദിച്ചതോടെയാണ് കുറച്ച് ആശ്വാസമായത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഇടപെടലിനെ ഓരോ ഘട്ടത്തിലും ചാണ്ടി ഉമ്മൻ സമൂഹ മാധ്യമങ്ങളിലൂടെ കുറിച്ചതിൻ്റെ നാൾ വഴിയുമുണ്ട്. ആ സമയത്ത് പിണറായി വിജയൻ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്തു. 2004 മുതൽ ഉമ്മൻചാണ്ടിയോടൊപ്പം ഉണ്ടായിരുന്ന PT ചാക്കോയുടെ അനുഭവക്കുറിപ്പുകളാണ് പുസ്തകത്തിലുള്ളത്. DC ബുക്സ് ആണ് ഇതിൻ്റെ പ്രസാധകർ. 2017 തൻ്റെ പ്രൊമോഷന് ഉമ്മൻചാണ്ടി ഇടപെട്ടതും 24 മണിക്കൂറിനുള്ളിൽ ഉത്തരവിറങ്ങിയതും ഇദ്ദേഹം സ്മരിക്കുന്നുണ്ട്. അതായത് ഇൻഫർമേഷൻ ഓഫീസറായ എനിക്ക് ഡെപ്യൂട്ടി ഡയറക്ടറായി പ്രൊമോഷൻ പോസ്റ്റിംഗ് ഡൽഹിയിൽ, ഏറ്റവും സീനിയർ, വിരമിക്കാൻ 1-2 മാസമുള്ള എന്നെ ഡൽഹിക്ക് അടിച്ചാൽ അത് വിവാദമാകില്ലേ എന്നോ മറ്റോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചത്രേ. പല കാരണങ്ങളാൽ ഫയൽ തീരുമാനത്തിലെത്താതെ കിടന്നു. ഒറ്റകൈ പ്രയോഗം ഉമ്മൻചാണ്ടിയോട് കാര്യം പറഞ്ഞു അദ്ദേഹം രാത്രിയിൽ തന്നെ പിണറായി വിളിച്ചു. അടിയന്തരമായി ഫയൽ വിളിച്ചു വരുത്തിയ മുഖ്യമന്ത്രി പിറ്റേന്ന് 5 മണിക്ക് മുമ്പ് പ്രൊമോഷൻ ഉത്തരവ് കൊടുക്കണമെന്ന് അന്ത്യശാസനം നൽകി. പിന്നെ സെക്രട്ടേറിയറ്റിൽ നിന്ന് വിളിയോട് വിളി, ഈ ഉത്തരവ് വാങ്ങിയേ പോകാവുള്ളൂ എന്ന് PT ചാക്കോ പറയുന്നു. അതോടൊപ്പം തന്നെ സോളാർ തട്ടിപ്പിലെ വിവാദ ഫോൺ സംഭാഷണം പുറത്തു വന്നത് ഗ്രൂപ്പ് 4ൻ്റെ തുടർച്ചയായിട്ടാണെന്നും പുസ്തകത്തിലുണ്ട്. CPM പോളിറ്റ് ബ്യൂറോ അംഗത്തിൻ്റെ രഹസ്യമായ സംഭാഷണം എത്തിച്ചു നൽകുകയും പാർട്ടി ചാനലിൻ്റെ കോഴിക്കോട് ലേഖകന് വിവരം നൽകുകയും ചെയ്തു. മുഖ്യമന്ത്രി ഓഫീസിലെ ഉന്നതനും ഉമ്മൻചാണ്ടിയെ ലക്ഷ്യം വെച്ചാണ് സംഭാഷണം പുറത്തുവിട്ടത്. സംശയം തോന്നാതിരിക്കാനാണ് പാർട്ടി ചാനലിൻ്റെ കോഴിക്കോട് ലേഖകനെ ഏൽപ്പിച്ചത്. പിന്നിൽ പ്രവർത്തിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതനും PRD ഉദ്യോഗസ്ഥനുമാണെന്നും PT ചാക്കോയുടെ പുസ്തകത്തിൽ പരാമർശിക്കുന്നു. അതോടൊപ്പം തന്നെ 2016 തെരഞ്ഞെടുപ്പ് കാലത്ത് വൻതുകയുമായി എത്തിയ അദാനിയുടെ ആൾക്കാരെ ഉമ്മൻചാണ്ടി തിരിച്ചയച്ചെന്നും PT ചാക്കോ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം ഈ സാമ്പത്തികമായി ഒത്തിരി പിന്നിൽ പോകാൻ കാരണമുണ്ട്. ഈ പറഞ്ഞതുപോലെ സാമ്പത്തികം ഒന്നും ഉണ്ടാക്കാനോ ഒന്നും ഉള്ള കഴിവൊന്നും അദ്ദേഹത്തിനില്ല. അദ്ദേഹം എല്ലാം പാവപ്പെട്ടവരെ സഹായിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം കുടുംബത്തെയും ഒന്നും നോക്കാൻ ഇല്ലാതെ അദ്ദേഹം അങ്ങ് പോവുകയാണ്. ജനങ്ങൾക്ക് വേണ്ടി ആൾക്കൂട്ടത്തിനിടയിലേക്ക് അദ്ദേഹം ഇറങ്ങി പോവുകയാണ്. ഒരിക്കൽ ഉമ്മൻചാണ്ടിയുടെ ഭാര്യയോട് ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരാൾ ചോദിച്ചു, എല്ലാവർക്കും ആശ്വാസമാകുന്ന ആളാണ് ശ്രീ ഉമ്മൻചാണ്ടി, അപ്പോൾ വീട്ടിൽ എന്തുമാത്രം സഹായമായിരിക്കും, കാരണം ഇങ്ങനെ സഹായം ചെയ്യുന്ന ആൾ എന്തായാലും വീട്ടിലും ഭയങ്കര സഹായമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ പറഞ്ഞതാണ്, അദ്ദേഹത്തോട് പറയുന്നതിന് പകരം ഈ മതിലിനോട് പറയുന്നതാണ് കുറച്ചുകൂടി നല്ലതെന്ന്. കാരണം അദ്ദേഹം ശ്രദ്ധിക്കാറ് പോലും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ കുടുംബത്തെയൊക്കെ നോക്കാതെ അദ്ദേഹം മറ്റുള്ളവർക്കായി, ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചൊരു മനുഷ്യനാണ്. അപ്പോൾ 2016 തെരഞ്ഞെടുപ്പ് കാലത്ത് വിഴിഞ്ഞം തുറമുഖ ഉടമ അദാനിയുടെ ആൾക്കാർ സാമാന്യം നല്ലൊരു തുകയുമായി ഉമ്മൻചാണ്ടിയെ കാണാനെത്തി. വാങ്ങിയാൽ വിഴിഞ്ഞൽ പദ്ധതി അദാനിക്ക് നൽകിയത് പണത്തിന് വേണ്ടിയെന്ന വ്യാഖ്യാനം വരും. അതിനാൽ 1 രൂപ പോലും വാങ്ങില്ലെന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടി മടക്കിയെന്നാണ് PT ചാക്കോയുടെ പുസ്തകത്തിലുള്ളത്. UDFന് വലിയ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ബാർ പൂട്ടൽ വേണമായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഉമ്മൻചാണ്ടി മറുപടി ഒന്നും പറഞ്ഞില്ല. KPCC പ്രസിഡന്റായി VM സുധീരനെ തീരുമാനിച്ചതിൽ കടുത്ത നീരസത്തിലായിരുന്ന ഉമ്മൻചാണ്ടിയെ AICC നേതാക്കൾ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിടാൻ കൊച്ചിയിലെത്തിയ സോണിയാഗാന്ധിയെ സ്വീകരിക്കാൻ പോലും അന്ന് ഉമ്മൻചാണ്ടി പോയില്ല. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ സുധീരനൊക്കെ കാലാതിവർത്തിയായി അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന ഒരു നേതാവല്ല. കാരണം ഓരോ കാലത്തിനനുസരിച്ച് നമ്മൾ മാറിയേ പറ്റൂ. ഇപ്പോൾ ബാറൊക്കെ നിയന്ത്രിച്ച് അല്ലെങ്കിൽ ബാറൊക്കെ നിരോധിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സാമ്പത്തിക സ്രോതസ് നിൽക്കും. ഒരു പാർട്ടി വളരണം അല്ലെങ്കിൽ ഫണ്ട് വേണം. അതൊക്കെ മുൻകൂട്ടി പ്രായോഗികമായി കണ്ടെത്തിയ ഒരു വ്യക്തിയായിരുന്നു ഉമ്മൻചാണ്ടി. പക്ഷേ VM സുധീരനൊക്കെ പണ്ട് ഗാന്ധിജിയുടെ കാലത്തുള്ള ആദർശവും പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പാർട്ടി തന്നെ ഒന്നും അല്ലാതായി മാറും. അപ്പോൾ അതിനെയൊക്കെ ശക്തമായി എതിർത്തിരുന്നൊരു വ്യക്തിയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. അദ്ദേഹത്തെ ഓർക്കുമ്പോൾ ഈ അവസരത്തിൽ അദ്ദേഹത്തിനെ കുറിച്ച് നല്ലത് മാത്രമേ ഓരോരുത്തർക്കും, അതായത് CPMലുള്ളവർക്കും BJPയിലുള്ളവർക്കും അത്തരത്തിൽ മാത്രമേ പറയാൻ കഴിയൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.